പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും 5 മുതലുള്ള തിരുവചനത്തിൽ സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ തീന്മായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നു. കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തിയായി ആവസിച്ചു. ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ അവൻ ആ സിംഹത്തെ ചിന്തിക്കളഞ്ഞു. മാതാപിതാക്കളുമായിട്ട് മുൻപോട്ട് പോകുന്ന സാംസണെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ മാതാപിതാക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. അവർ ദൈവം പറഞ്ഞ വചനം അനുസരിച്ചവരാണ്. ആ ദൈവം പറഞ്ഞതനുസരിച്ച, ആ വചനം അനുസരിച്ച മാതാപിതാക്കളുടെ കൂടെ സാംസൺ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, വഴിയിൽ വെച്ച് ഒരു സിംഹം അവൻ്റെ നേരെ അലറിക്കൊണ്ട് ചാടി വീഴുന്നു. എന്നാൽ ഇവിടെ നമുക്ക് മറ്റൊന്നും കൂടെ കാണാൻ സാധിക്കും. ഈ നിമിഷം സാംസന്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ ചാടി വീണ സിംഹത്തെ ഒരു ആട്ടിൻകുട്ടിയെ എന്ന പോലെ ആയുധം കൂടാതെ ഈ സിംഹത്തെ ചിന്തിക്കളഞ്ഞു എന്ന് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ പലതരത്തിലുള്ള സിംഹങ്ങളും കടുവകളും പുലികളും നമ്മുടെ നേരെ അലറിക്കൊണ്ട് ചാടി വീഴുന്നത് അനുഭവിച്ചിട്ടുള്ളവരാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും. ഒരുപക്ഷെ കുടുംബത്തിലുള്ള വ്യക്തികളിലൂടെ ആയിരിക്കാം ഈ പറയപ്പെട്ട സിംഹക്കുട്ടിയാകുന്ന സാത്താൻ നമ്മുടെ നേരെ ചാടി വീഴുന്നത്. അലറിക്കൊണ്ട് വരുന്നു, അലറുന്ന സിംഹത്തെ പോലെ. ഒരുപക്ഷെ കൂട്ടായ്മയിലുള്ള വ്യക്തികളിലൂടെയാകാം നമ്മുടെ നേരെ ചാടി വീഴുന്നത്. അതല്ലെങ്കിൽ സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ, ഇടവകയുടെ പശ്ചാത്തലത്തിൽ, സാമൂഹ്യമായ പശ്ചാത്തലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പലതരത്തിലുള്ള സിംഹക്കുട്ടികളും സിംഹങ്ങളും ഇന്ന് ഓരോ വ്യക്തികളുടെയും നേരെ ചാടി വീഴുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ ചാടി വീഴുമ്പോൾ ആ ചാടി വീഴുന്ന സാഹചര്യത്തെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഒരുപക്ഷെ മുൻകാലഘട്ടങ്ങളിൽ മദ്യം കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് എങ്കിൽ കൂട്ടുകാരിലൂടെ മദ്യവുമായിട്ടായിരിക്കും സാത്താൻ നമ്മുടെ നേരെ ചാടി വീഴുന്നത്. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തിന്മയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾ അത്തരത്തിലുള്ള തിന്മയുമായി നമ്മുടെ നേരെ ചാടി വീഴും. മറ്റൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മുടെ നേരെ ചാടി വീഴുന്നത്. ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ചില സ്ഥാനമാനങ്ങൾക്കും ലീഡർഷിപ്പിനുമൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയോട് ഇഷ്ടക്കുറവ് തോന്നി, മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഇഷ്ടക്കുറവ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി തക്കം കിട്ടുമ്പോൾ അടുത്തയാളുടെ മുകളിലേക്ക് ചാടി വീഴുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാം ഈ സാംസന്റെ നേരെ സിംഹക്കുട്ടി ചാടി വീണതിന് തുല്യം തന്നെയാണ്. ചിലപ്പോൾ ആത്മീയ ഗുരുക്കന്മാരായിരിക്കും നമ്മുടെ നേരെ ചാടി വീഴുന്നത്. ആത്മീയ ഗുരുക്കന്മാരിലൂടെ ഇത് പ്രവർത്തിക്കും, നേതാക്കന്മാരിലൂടെയൊക്കെ ഇത് പ്രവർത്തിക്കും. പിശാചിന് ആരിലൂടെ വേണമെങ്കിലും പ്രവർത്തിക്കാം. ഈ പ്രപഞ്ചത്തിലുള്ള പല സൃഷ്ട വസ്തുക്കളിലൂടെയും പിശാചിന് പ്രവർത്തിക്കാം, ദൈവത്തിനും പ്രവർത്തിക്കാം. രണ്ടുപേർക്കും പ്രവർത്തിക്കാം ഒരേ സമയം. സാത്താനും പ്രവർത്തിക്കും, ദൈവവും പ്രവർത്തിക്കും. മോശ അത്ഭുതം പ്രവർത്തിച്ചതുപോലെ ഫറവോയുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന
പൈശാചിക ശക്തിക്ക് അടിമപ്പെട്ട് ജീവിച്ചിരുന്ന മാന്ത്രികന്മാരും അതുപോലെ തന്നെ അത്ഭുതം പ്രവർത്തിച്ചു. പക്ഷേ മോശ പ്രവർത്തിച്ച അത്ഭുതം നിലനിന്നു, മറ്റേത് നിലനിൽക്കാൻ പറ്റിയില്ല. ഇതുപോലെ ചാടി വീഴലുകൾ പല വ്യക്തികളിലൂടെയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കുടുംബത്തിൽ നിന്നാകാം, ഭാര്യയിൽ നിന്നാകാം, ഭർത്താവിൽ നിന്നാകാം, അയൽവാസിയിൽ നിന്നാകാം, ബന്ധുക്കളിൽ നിന്നാകാം, സ്നേഹിതന്മാരിൽ നിന്നാകാം, അധികാരികളിൽ നിന്നാകാം. ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ വെറുക്കുന്ന വ്യക്തികളായിരിക്കാം നമ്മുടെ ഹൃദയം നമ്മുടെ മുമ്പിലേക്ക് ചാടി വീഴുന്നത്. ചില കുത്തുവാക്കുകൾ പറഞ്ഞായിരിക്കാം, ചില ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് ചില അപവാദ പ്രചരണം നടത്തിക്കൊണ്ടായിരിക്കാം, മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ പറഞ്ഞു നടത്തിക്കൊണ്ട് പോകുന്നത്. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇതൊക്കെ ഓരോ സിംഹക്കുട്ടി അലറിക്കൊണ്ട് ചാടി വീഴുന്ന അവസ്ഥയാണ്. ഈ സാഹചര്യത്തിലെല്ലാം ആത്മസംയമനം പാലിച്ചുകൊണ്ട് അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് തിരുസഭാ മക്കൾക്ക് സ്ഥൈര്യലമനം എന്ന കൂദാശയിലൂടെ, അല്ലെങ്കിൽ മൂറോൻ അഭിഷേകത്തിലൂടെ, അതല്ലെങ്കിൽ തൈലാഭിഷേകത്തിലൂടെ ദൈവം തൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് അയച്ചത്. ആ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെന്നും നമ്മൾ ദൈവത്തിലും ദൈവം നമ്മളിലും വസിക്കുന്നുവെന്നും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ആത്മാവിൻ്റെ ശക്തിയാൽ ഈ പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കുമ്പോഴാണ്, പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മുടെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സാംസന് കൊടുത്ത പഴയ നിയമകാലഘട്ടങ്ങളിൽ കൊടുത്ത അതേ പരിശുദ്ധാത്മാവ്, പുതിയ നിയമകാലഘട്ടങ്ങളിൽ ശിഷ്യന്മാർക്ക് കൊടുത്ത അതേ പരിശുദ്ധാത്മാവ്, തിരുസഭയിൽ മാർപ്പാപ്പായ്ക്ക് ലഭിച്ച അതേ പരിശുദ്ധാത്മാവ്, അതേ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവർ തന്നെയാണ് ഇന്ന് തിരുസഭയിലുള്ള ഓരോ മക്കളും. അപ്പോൾ ആ ആത്മാവിൽ നിറഞ്ഞ് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് പോകുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, സാംസൺ മാതാപിതാക്കളോടൊപ്പം നടന്നുപോയപ്പോൾ സാംസന്റെ നേരെ സിംഹക്കുട്ടി അലറി വീണപ്പോൾ ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ അതിനെ ചിന്തിക്കളഞ്ഞതുപോലെ അനുദിന ജീവിതത്തിൽ, ഞങ്ങളുടെ സാമൂഹ്യമായ ജീവിതത്തിലും ഞങ്ങളുടെ ശുശ്രൂഷാ മേഖലകളിലും കുടുംബജീവിതത്തിലുമെല്ലാം പലതരത്തിലുള്ള സിംഹക്കുട്ടികളും ഞങ്ങളുടെ നേരെ ചാടി വീഴുമ്പോൾ അതിനെ അതിജീവിച്ച് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.